Hey guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിനിമാറ്റിക് വീഡിയോ എഫക്ട്സ് പാർട്ട് 3 ആണ്. പാർട്ട് 1 and 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് ഇല്ലാത്തവർക്ക് വേണ്ടി കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 എഫക്ട്സ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രീമിയർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ബേസിക് ആയിട്ട് പ്രീമിയറിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ എക്സ്പോഷർ എഫക്റ്റ് ആണ്. ആൻഡ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 വീഡിയോസ് വേണം. സോ ഞാൻ ഇവിടെ 2 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് വീഡിയോയുടെ ടോപ്പിലേക്ക് കൊണ്ടിടാം. ആൻഡ് നമ്മൾ ഡബിൾ എക്സ്പോഷർ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബ്ലാക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് എഫക്ട് കൺട്രോൾസിൽ ഒപ്പോസിറ്റിയിൽ നമുക്ക് ബ്ലെൻഡിംഗ് മോഡ് നോർമലി മാറ്റി സ്ക്രീൻ കൊടുക്കാം. സോ നമുക്ക് ഇവിടെ ഡബിൾ എക്സ്പോഷർ എഫക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ആൻഡ് ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒപ്പാസിറ്റിയുടെ താഴെ ഏതെങ്കിലും മാസ്കിൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ പെൻ ടൂൾ എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് വേണ്ട പോർഷൻ മാത്രം ഇതുപോലെ മാസ്ക് ചെയ്തെടുത്താൽ മതി. ആൻഡ് ഞാനിവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെദറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ എഫക്റ്റ്. ഇനി നിങ്ങൾക്ക് ഈ എഫക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒപ്പാസിറ്റിയുടെ വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഓൾസോ ഞാൻ ഇതിലേക്ക് ഒരു VR ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു ചെറിയ ഗ്ലോ വീഡിയോയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇഫക്റ്റ് കൺട്രോൾസിൽ ലൂമ ത്രഷോൾഡിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. ഇനി നിങ്ങൾക്ക് ഈ ലെയർ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് V3 ട്രാക്കിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഈ ലെയറിൻ്റെ പൊസിഷൻ ആൻഡ് സ്കെയിൽ നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ട്രിപ്പി ഇഫക്റ്റ് ആണ്. നിങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതങ്ങനെ ഈസി ആയിട്ട് പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആൻഡ് ഞാനിവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം എക്കോ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ വീഡിയോ കുറച്ച് ബ്രൈറ്റ് ആവും. അത് കുഴപ്പമില്ല, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ നമ്പർ ഓഫ് എക്കോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വാല്യൂ 3 കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 കൊടുത്തു. ഇനി നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 0.30 അല്ലെങ്കിൽ 0.40 കൊടുക്കുവാണ്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ വീഡിയോയിൽ ഒരു എക്കോ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് വീഡിയോ ഇഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഒരു ട്രിപ്പി ഇഫക്റ്റ് വീഡിയോയിൽ വന്നിരിക്കുന്നതാണ്. ആൻഡ് ഇനി ഈ വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ലെൻസ് ഡിസ്റ്റോർഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് കർവേച്ചറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പം എഡ്ജസിൽ ഒരു വാപ്പ് എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. ഞാനിവിടെ വാല്യൂ ഒരു -15 കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ആൻഡ് ഇനി നമുക്കിതിലേക്ക് ടർബുലൻറ്റ് ഡിസ്പ്ലേസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ ടർബുലൻറ്റ് ഡിസ്പ്ലേസ് വീഡിയോയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ഒരു ഡിസ്റ്റോർഷൻ വന്നിരിക്കുന്നതാണ്. ആൻഡ് ഈ ഡിസ്റ്റോർഷൻ്റെ എമൗണ്ട് സൈസ് എല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് എമൗണ്ടിൻ്റെ സൈസിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട രീതിയിൽ ഡിസ്റ്റോർഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഞാൻ വീഡിയോയിൽ ചെറിയൊരു എമൗണ്ട് ഡിസ്റ്റോർഷനെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ എഡ്ജസിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യണം. കാരണം വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റോർഷൻ എല്ലാം സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുവാണ്. ആൻഡ് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എവല്യൂഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. ഇനി ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് എവല്യൂഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എവല്യൂഷൻ്റെ വാല്യൂ കീ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ ഒരു RGB സ്പ്ലിറ്റ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി VR ഡിജിറ്റൽ ഗ്ലിച്ച് ഇഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഡിസ്റ്റോർഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഡിസ്റ്റോർഷൻ റേറ്റിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഇനി നമുക്കിവിടെ മാസ്റ്റർ ആംപ്ലിറ്റ്യൂഡ്, കളർ ഡിസ്റ്റോർഷൻ X, ഡിസ്റ്റോർഷൻ കോംപ്ലക്സിറ്റി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്ത വാല്യൂസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാല്യൂസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ വീഡിയോയിൽ ഒരു ട്രിപ്പി ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ട്രീറ്റിൻ്റെ സൗണ്ട് എഫക്ട്സ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഒരു ട്രിപ്പി ഫീല് സൗണ്ട് എഫക്ട്സിനും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതിലേക്ക് ലോ പാസ് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ലോ പാസ് ഇഫക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ ഇഫക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എഫക്റ്റ് വേറൊരു വീഡിയോയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇതെല്ലാം ഒരു പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് എഫക്ട് കൺട്രോൾസിൽ നമ്മൾ യൂസ് ചെയ്ത എഫക്ട്സ് എല്ലാം സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് സേവ് പ്രീസെറ്റ് കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് എഫക്റ്റ് സേവ് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് ഈ സെയിം എഫക്റ്റ് വേറൊരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് സെർച്ച് ചെയ്യാം. എന്നിട്ട് വീഡിയോയിലേക്ക് ആ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ ഇൻസൈഡ് ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രീമിയർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഒത്തിരി മൂവീസിൽ ഈ എഫക്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. സോ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി എഫക്റ്റ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ടും സൈസും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്വിക്ക് ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഈ ടെക്സ്റ്റ് വീഡിയോയുടെ സെൻറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ
കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഗൈഡ്സ് വരുന്ന കാണാം. ആൻഡ് അത് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സെൻറ്ററിൽ കൊണ്ടുവെക്കാം. ആൻഡ് ഇതുപോലെ പ്രീമിയറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറേ എഡിറ്റിംഗ് ഹാക്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ലെയറിലേക്ക് ട്രാക്ക് മാറ്റ് കീ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എഫക്റ്റ് കൺട്രോൾസിൽ മാറ്റ് നണ്ണ് മാറ്റി വീഡിയോ 2 കൊടുക്കാം. ബിക്കോസ് V2 ലെയറിലാണ് നമ്മുടെ ടെക്സ്റ്റ് ലെയർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് വീഡിയോയും ടെക്സ്റ്റും സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവെക്കാം. ഇനി ഇവിടെ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ന്യൂ ഐറ്റം, കളർ മാറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഈ കളർ മാറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ താഴെ കൊണ്ട് ഡ്രാഗ് ചെയ്തിടാം. ഇനി നമുക്കിവിടെ വീഡിയോ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് കൺട്രോൾസിൽ ഇവിടെ മാറ്റ് വീഡിയോ 3 സെലക്ട് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് ഇപ്പോൾ വീഡിയോ 3 ലെയറിലാണ് ടെക്സ്റ്റ് ലെയർ ഇരിക്കുന്നത്. സോ ഇവിടെ വീഡിയോ ഇൻസൈഡ് ടെക്സ്റ്റ് എഫക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് ടെക്സ്റ്റ് ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒപ്പാസിറ്റി, ഡയറക്ഷൻ, ഷാഡോ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്തെടുക്കാം. സോ ഞാൻ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് സ്കെയിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് സ്കെയിലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആകാൻ വേണ്ടി ഞാൻ സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ഈസ് ഇൻ കൊടുക്കുവാണ്. ആൻഡ് ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ഈസ് ഔട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ സ്കെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഗ്രാഫ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ഗ്രാഫിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 എഫക്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് സിനിമാറ്റിക് വീഡിയോ എഫക്ട്സിൻ്റെ പാർട്ട് 4 കാണാൻ വേണ്ടി റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് പ്രീവിയസ് എപ്പിസോഡ് കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം.